നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിന് ശേഷം മീഡിയ വൺ പോലുള്ള ചാനലിലെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഭീകരാക്രമണത്തിൽ ചില ആൾക്കാർ വെള്ള പെയിൻ്റ് അടിച്ച് വെളുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ നാളായിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇലക്ഷൻ എത്താറായില്ലേ എന്നുള്ള രീതിയിലാണ് ഇവർ ചോദിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഭീകരവാദത്തെ ഇവർ തള്ളി പറയല്ല, ഇലക്ഷൻ എത്താറായില്ലേ എന്ന് ചോദിച്ചിട്ട് നമ്മുടെ രാജ്യത്തെ ഭരണകൂടത്തിനെതിരെയാണ് ഇവർ വിരൽ ചൂണ്ടുന്നത്. ഇവർ വിരൽ ചൂണ്ടാന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു ഡയലോഗ് അടിക്കുന്നത്? ഇലക്ഷൻ എത്താറായില്ലേ? ഇപ്പോൾ ഈ ഭീകരവാദത്തിൻ്റെ മുഖം എന്താണെന്നും ആരാണ് ഇതിൻ്റെ പിന്നിലെന്നും നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ ഉത്തരവാദിത്വം ഭീകര സംഘടന ഏറ്റെടുത്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഗവൺമെൻറ്റിന് തലയിൽ കൊണ്ടുവെക്കുന്നത്? അതിനർത്ഥം നിങ്ങൾ ഭീകരവാദത്തെ തള്ളിപ്പറയല്ല ചെയ്യുന്നത്, നിങ്ങൾ അതിനെ വെള്ള പൂശാനാണ് ശ്രമിക്കുന്നത്. ഈ നാട്ടിലെ ഗവൺമെൻറ്റിനെതിരെ ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകര സംഘടനയെ വെളുപ്പിക്കുകയല്ലേ സത്യത്തിൽ ചെയ്ത്. എന്ത് ഇലക്ഷനാണ് ഈ നാട്ടിൽ നടക്കാൻ പോകുന്നത്? ഒരു ഇലക്ഷനും നമ്മുടെ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. പക്ഷേ ചില ആൾക്കാരുടെ സ്ഥിരം ഡയലോഗ് അടിയാണ് ഇലക്ഷൻ എത്താറായില്ല, അവരെ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് നോക്കുക. അതിനുശേഷം നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ആരും ഇത് പറയാറില്ല, അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ പേജ് സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണയ്ക്കുക. നിങ്ങൾ പേജ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഈ വീഡിയോ 5-6 പേരിലേക്ക് അയച്ചു കൊടുക്കുക. നമ്മൾ ഇന്നലെ ഞാൻ കണ്ടൊരു വീഡിയോ എന്താ വെച്ചാൽ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് നമ്മുടെ മലയാളിയായിട്ടുള്ളൊരു വ്യക്തി ഭീകരാക്രമണത്തിന് ഇരയായിട്ടുണ്ടായിരുന്നു. ആ വ്യക്തിയുടെ മകൾ ന്യൂസിനോട് സംസാരിക്കാൻ നേരത്ത് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പച്ചയ്ക്കൊരു വ്യക്തി ഭീകരതയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് വലിയൊരു കമൻറ്റ് ഇടുകയാണ് മലയാളത്തിലാണ്. അദീന ഭാരതി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പോലീസിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ എന്തായാലും ആ വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭീകരവാദത്തെ വെള്ള പെയിൻ്റ് അടിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് ഒരു ഭീകരാക്രമണം നടന്നു കഴിഞ്ഞാൽ ചില ആൾക്കാർ വന്നിട്ട് പറയും നമ്മുടെ ഗവൺമെൻറ്റാണ് ഇത് ചെയ്തെന്ന് പറയും. രാജ്യത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ ഇവർ അമേരിക്ക എന്ന് പറയും. അപ്പോൾ ഇവർ ഒരിക്കലും എന്തുകൊണ്ടാണ് ഭീകരവാദ സംഘടനകളെ തള്ളിപ്പറയാത്തത്? ഈ നാട്ടിലും ലോകത്തും ഭീകരവാദ സംഘടനകളില്ലേ? ഉണ്ട്. ഭീകരവാദ സംഘടനകൾക്ക് മതമുണ്ടോ? ഉണ്ട്. ഈ രാജ്യത്തും ലോകത്തുമുള്ള ഭീകരവാദ സംഘടനകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ്. അത് സത്യസന്ധമായ രീതിയിലുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ ലിസ്റ്റ് എടുത്ത് നോക്കുക, അതിനെ നിങ്ങൾ വെള്ളം പൂശിയിട്ടൊന്നും കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ മതമല്ല അവർ ഫോളോ ചെയ്യുന്നത് പറയുകയാണ് സത്യസന്ധമായി പറഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ അവരുടെ മതം നോക്കി അല്ലെങ്കിൽ എൻ്റെ മതം നോക്കി എന്നാൽ പിന്നെ ഇവിടെ വെളുപ്പിച്ചേക്കാം, ഇവിടെ ഇലക്ഷൻ എത്താറായില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇരുട്ടിലാവുന്നത് നിങ്ങൾ തന്നെയാണ്. ബാക്കിയുള്ളവർക്കും നിങ്ങളോട് വെറുപ്പുണ്ടാകത്തേ ഉള്ളൂ എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? നിങ്ങൾ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണം, ഒക്ടോബർ 7 ഇസ്രായേലിൽ നടന്ന ഭീകരാക്രമണം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ പല ആൾക്കാരും ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ 7 ഹമാസ് നടത്തിയത് ഭീകരാക്രമണമാണ്. ഇവിടെ കുറേ ആൾക്കാർ ഹമാസിനെയൊക്കെ സ്വാതന്ത്ര്യ സമര പോരാളി എന്നാണ് പറയുന്നത്. നമ്മൾ നോക്കാൻ നേരത്ത് ഫലസ്തീനിലെ സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്നത്. അവർക്ക് വേണ്ടി പിന്തുണയ്ക്കാൻ നമുക്ക് വരുത്തുള്ളൂ. നമുക്കൊന്നും ഹമാസിനെ പിന്തുണയ്ക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ കേരളത്തിലെ കുറേ രാഷ്ട്രീയക്കാരും ഒക്കെ ഇരുന്നിട്ട് ഹമാസിനെ പിന്തുണച്ചുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നുണ്ട്. ഹമാസ് ചെയ്ത് എന്താണ്? ഒക്ടോബർ 7 ഇസ്രായേൽ എന്നുള്ള രാജ്യത്തേക്ക് കടന്നു കയറി അവർ ആർമിയോടല്ല യുദ്ധം ചെയ്ത് സാധാരണക്കാരോട് ടൂറിസ്റ്റുകളോട് ഒന്നും അറിയാത്ത മനുഷ്യരെയാണ് അവർ ഇല്ലാതാക്കി കളഞ്ഞത്. 1200ഓളം മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. കുറേ ആൾക്കാരെ അവർ പിടിച്ചുകൊണ്ട് പോയി. അവിടെ ഉള്ള ഈ ഹമാസ് പോലുള്ള സംഘടനയെ നമ്മുടെ നാട്ടിൽ കുറേ ആളുകൾ ഭയങ്കര പാട്ടും ബഹളമായിട്ട് ആഘോഷിക്കുന്നു. നമ്മുടെ കേരളത്തിലൊരു മീഡിയ അവർക്ക് വേണ്ടി ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതേ ആൾക്കാർ ഇപ്പം പറയുകയാണ് കാശ്മീരിൽ നടന്നത് ഭീകരാക്രമണമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ പാറ്റേൺ തന്നെയല്ലേ? രണ്ടും അവർ ചെയ്തിരിക്കുന്ന ഒരേ രീതി തന്നെയല്ലേ? അത് ഭീകരാക്രമണവും ഇത് സ്വാതന്ത്ര്യ സമര പോരാട്ടവും എന്ന് പറയുന്നതും ഒരുപോലെ അപകടമാണ്. അങ്ങനെയുള്ള ആൾക്കാരെയും ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഉസമ ബിൻ ലാദനെ പോലുള്ള ആൾക്കാരുടെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ലോറി ഓടിക്കും നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസ് എന്ത് നടപടിയെടുത്തു? താലിബാനെയൊക്കെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള രീതിയിൽ ഇവിടെ കുറേ ആൾക്കാർ മീഡിയയിൽ വന്നിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ആരെന്ത് നടപടിയെടുത്തു? നമ്മുടെ നാട്ടിൽ സെക്യുലർ പാർട്ടി എന്നൊക്കെ അവകാശപ്പെട്ട് നടക്കുന്ന കുറച്ച് ടീമുണ്ട്. ഇവരാണ് മതപ്രീണനത്തിൻ്റെ പേരിൽ ഭീകരവാദത്തെ തള്ളിപ്പറയാതെ ഇവർ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മിണ്ടാതിരിക്കും എന്നുള്ള രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് എന്താണ് ഇവർക്ക് ഭീകരവാദത്തെ പറയുന്നവരെ ഒന്നും പറയാൻ പറ്റത്തില്ല. സാധാരണ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെടുന്ന നമ്മുടെ ഇന്ത്യൻ മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർക്കൊപ്പമാണ് ഇവിടെ എല്ലാ പാർട്ടികളും നിൽക്കേണ്ടത്. അതല്ലാതെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരോടൊപ്പം നിന്നുകൊണ്ട് മിണ്ടാട്ടം മുട്ടി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തും ലോകത്തും ഒക്കെ എന്തൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഈ ഭീകരാക്രമണത്തിൻ്റെ പേരിൽ കുറേ ആൾക്കാർ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നേരെ വലിയ രീതിയിലുള്ള ആരോപണമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഭീകരവാദത്തിനെതിരാണ്, ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവർക്കെതിരാണ്, ഭീകരവാദത്തെ വെള്ളപൂശുന്നവർക്കെതിരാണ്, അവർക്ക് വേണ്ടി വാദിക്കുന്നവർക്ക് എതിരാണ്. എന്നാൽ സയ്യിദ് ആദിൽ ഹുസൈൻ എന്ന് പറയുന്ന ഒരു മുസ്ലിമിൻ്റെ കഥ നിങ്ങൾ മനസ്സിലാക്കണം. കാശ്മീരിൽ ഇതേ ഭീകരാക്രമണം നടക്കുമ്പോൾ മതം തിരക്കി ഭീകരർ അവരെ കൊന്നുകൊള്ളാൻ നേരത്ത് മതം പറഞ്ഞ് രക്ഷപ്പെടാൻ അവസരമുണ്ടായിട്ടും സയ്യിദ് ആദിൽ ഹുസൈനെ പോലുള്ള മനുഷ്യരൊക്കെ ഭീകരവാദത്തെ തടയുന്നതിനിടയ്ക്ക് ഒരാളെങ്കിലും ഇന്നലെ കണ്ട ഒരാളെ രക്ഷപ്പെടുത്തുന്നതിനിടയ്ക്കാണ് ഒരു വീടിൻ്റെ ഏക പ്രതീക്ഷയായിട്ടുള്ള സയ്യിദിന് ജീവൻ നഷ്ടപ്പെടുന്നത്. അതുപോലെ ഇന്ത്യൻ മുസ്ലിംസ് നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്, ആർമിയിലുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുപാടുണ്ട്, നമ്മുടെ സൗഹൃദത്തിലുണ്ട്. ഇവരെ ഒന്നും തള്ളിപ്പറയാനോ ഇവരെ ഒന്നും ആക്ഷേപിക്കാനോ നമ്മൾ മുമ്പോട്ട് വരുന്നില്ല. പക്ഷേ ഇവർക്കിടയിൽപ്പെടുന്ന പല ആൾക്കാരും ഫലസ്തീന് വേണ്ടി ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോൾ കാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ പറ്റി വീഡിയോ ചെയ്യുന്നില്ല.
ഒരു സ്റ്റോറി ഇടുന്നില്ല, അവർ മിണ്ടുന്നില്ല. ഇവരെ പോലുള്ള വെള്ള പൂശുന്ന ആൾക്കാർക്കെതിരെ നിങ്ങളാണ് ആദ്യം മുമ്പിൽ വന്നിട്ട് വിരൽ ചൂണ്ടി സംസാരിക്കേണ്ടത്. ഇവിടെ ഒസാമ ബിൻ ലാദൻ്റെ ഹമാസിൻ്റെയും ലീഡേഴ്സിൻ്റെ ഫോട്ടോ വെച്ച് ഓട്ടോയും ലോറി ഓടാൻ നേരത്ത് ചോദ്യം ചെയ്യേണ്ട നിങ്ങളാണ്. അല്ലെങ്കിൽ അവരുടെ ഫ്ലെക്സുകൾ ആനപ്പുറത്ത് ഉയർത്തുമ്പോൾ ചോദ്യം ചെയ്യേണ്ട നിങ്ങളാണ്. കാരണം നിങ്ങൾക്കുള്ളിൽപ്പെടുന്ന ആൾക്കാരാണ് ഇതിനെ വെള്ള പൂശിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീന് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു, നല്ല കാര്യം. പക്ഷേ ഹമാസിന് വേണ്ടി സംസാരിക്കാൻ നേരത്ത് കാശ്മീരിൽ നടന്നതും ഇസ്രായേൽ ഒക്ടോബർ 7 നടന്നത് ഒന്ന് തന്നെയല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുക. സാധാരണക്കാർക്ക് നേരെയാണ് ഭീകരർ ഇതുപോലെ ചെയ്തത്. അതിനെ നിങ്ങൾ സ്വാതന്ത്ര്യ സമര പോരാട്ടം എന്ന് വിളിക്കാൻ നേരം നമുക്കൊന്നും അത് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. രണ്ടും ഭീകരതയാണ്. ഇനി ഞാനൊരു ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഹിന്ദുക്കളുടെ ആൾക്കാരെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകി എന്നുള്ള രീതിയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ഹണി ട്രാപ്പിൽ പെടുത്തി ചാര സംഘടന പാകിസ്ഥാൻ്റെ നമ്മുടെ രാജ്യത്തു നിന്നുള്ള ഹിന്ദു ഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരിൽ നിന്നും രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ട്. അവരെ ക്രിമിനൽ എന്ന് തന്നെയാണ് നമ്മൾ വിളിക്കുന്നത്. നമ്മളൊന്നും അവരെ പിന്തുണയ്ക്കാനോ അവർക്ക് വേണ്ടി വൈറ്റ് വാഷ് അടിക്കാനോ ഒന്നും പോകാറില്ല. നമ്മുടെ നാട്ടിൽ ഭീകര സംഘടനകൾ പല പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്, പല സർക്കാർ മേഖലയിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇവിടെ പല ആൾക്കാർ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഭീകരരുണ്ടായിരുന്നു, അവരെല്ലാം അവിടെ ബോംബ് പൊട്ടിച്ചെന്ന് പറയാൻ നേരത്തെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവർ വന്ന് ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് നുഴഞ്ഞു കയറുന്നതാണ് എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയിലേക്കും ഇതിനുള്ള സാധ്യത വളരെ കൂടുതൽ. വെള്ള പൂശുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുള്ളൂ, നിങ്ങൾ ഇന്ത്യൻ മുസ്ലിമാണ്, നിങ്ങൾ ഇന്ത്യൻ ഹിന്ദുവാണ്, നിങ്ങൾ ഇന്ത്യൻ ക്രിസ്ത്യനാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരനാണ്. അവർക്ക് നിങ്ങൾക്ക് സ്വന്തം ജാതി മതമൊന്നുമില്ല. ഭീകരർക്ക് അവർക്ക് ഇന്ത്യ നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ വെള്ള പെയിൻ്റ് അടിക്കുന്നവർ ഓർക്കേണ്ട ഒരു കാര്യം, ഇന്ത്യ നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ രാജ്യത്ത് നമ്മുടെയൊക്കെ മതത്തിന് മുകളിലാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അത് ചിലർക്കെങ്കിലും പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയണമല്ലോ, നിങ്ങൾ മനസ്സുകൊണ്ട് ലവന്മാരുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യ ആ ഒരു വികാരം കഴിഞ്ഞിട്ട് മതി നമുക്ക് എല്ലാ മതവും. നമ്മുടെ രാജ്യത്തൊരു ഭരണഘടനയാണ്, ആ ഭരണഘടനയാണ് നമുക്ക് വലുത്. നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും ഹിന്ദു ആവട്ടെ ക്രിസ്ത്യനാവട്ടെ മുസ്ലിം ആവട്ടെ അവരെല്ലാം നമ്മുടെ സഹോദരങ്ങളാണ്. ഇതിനിടയിൽ നിന്നും മതം നോക്കി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് വാഷ് അടിക്കുന്ന ആൾക്കാർ ഇലക്ഷൻ എത്താറായില്ല എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. ലോകത്തെവിടെയെങ്കിലും ഒരു ഭീകരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഭീകര സംഘടനയെ തള്ളിപ്പറയല്ല ചെയ്യുന്നത്, മതത്തിൻ്റെ പേരിൽ അവർ ചെയ്യുന്നതിനെ തള്ളിപ്പറയല്ല ചെയ്യുന്നത്. അമേരിക്ക, ഇസ്രയേൽ, ഇന്ത്യ എന്നുള്ള രീതിയിൽ ഡയലോഗ് അടിക്കുന്നത്. പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ള പെയിൻ്റ് അടിയാണ്, വൈറ്റ് വാഷ് പുട്ടി അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പുട്ടി ഇപ്പോൾ കമൻറ്റ് ബോക്സിലൊക്കെ ചില ആൾക്കാരൊന്ന് പച്ചയ്ക്കാണ് ഭീകരവാദം. ഇത് എനിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിപ്പെടുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വിഷയം ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങളെയാണ് ഇത് യഥാർത്ഥത്തിൽ ബാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കാൻ നേരത്തെ ഇതുപോലെ വെള്ളം പൂശാൻ നേരത്ത് നിങ്ങൾക്കുള്ളിലുള്ള ട്രൂ ഇന്ത്യൻ മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ തള്ളിപ്പറയണം. നമ്മുടെ മതത്തിൽപ്പെടുന്ന ആൾക്കാർ ഇതുപോലെ ചെയ്യാൻ നേരത്ത് നമ്മളിപ്പം ഹിന്ദു കമ്മ്യൂണിറ്റിപ്പെടുന്ന ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവനൊരു ഇതുപോലെ ചാര സംഘടനകൾക്ക് വേണ്ടി ഇന്ത്യയുടെ രഹസ്യങ്ങൾ ചോർത്തി നൽകുക എന്തിൻ്റെ പേരിലാണെന്നുണ്ടെങ്കിൽ അവന് തള്ളിപ്പറയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. ഇവിടെ പല ആൾക്കാരും, ഞാൻ ഇപ്പോഴും പറയാം, ഫലസ്തീനു വേണ്ടി കരഞ്ഞ മുതലക്കണ്ണീരൊഴുക്കിയ പലരെയും ഈ വിഷയത്തിൽ പല കോണുകളിലും കാണാനില്ല. അത് ഭീകരമായ ഒരവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തെ കാര്യം കഴിഞ്ഞിട്ട് മതി എവിടെ കിടക്കുന്ന ഫലസ്തീൻ, അതിൻ്റെ കാര്യമുള്ളൂ. അതല്ലാതെ നമ്മുടെ മാമൻ്റെ മക്കളൊന്നും അല്ലത്. പക്ഷേ ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടാവുന്നുണ്ടെങ്കിൽ ഇവിടെ വെള്ള പെയിൻ്റ് അടിക്കുന്നവരെ കണ്ട് മടുത്തുന്നു. മതത്തിൻ്റെ പേരിലൊക്കെ പല ആൾക്കാരും വെള്ള പെയിൻ്റ് അടിക്കുന്നത് എന്തിന്? ചില ആൾക്കാരോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ നേരത്ത് പറയുന്നത് അത് നമ്മുടെ ആൾക്കാരൊന്നും ആയിരിക്കത്തില്ല, അതൊക്കെ ഫേക്ക് ആയിരിക്കും കേട്ടോ. ഈ കമൻറ്റ് ബോക്സ് വരുന്ന ഫുള്ള് ഫേക്കാണ്, നമ്മുടെ ആൾക്കാരെ അല്ല. അത് ഭയങ്കര ഭീകരമായ അവസ്ഥയാണ്. എന്നാൽ നമ്മുടെ കൂട്ടത്തിൽപ്പെടുന്ന ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ഫേക്ക് ഉണ്ട്, ചിലതൊക്കെ നമ്മുടെ കൂട്ടത്തിൽപ്പെടുന്ന ആൾക്കാരുണ്ട്. അവന്മാരൊന്നും നമ്മുടെ മതത്തിൽപ്പെടുന്ന നമ്മുടെ ഒരു വിശ്വാസിയല്ല, അതൊക്കെ തീവ്ര ചിന്താഗതിക്കാരാണ് എന്ന് പറയാൻ പലരും മാന്യത കാണിക്കുന്നില്ല. ഫേക്കില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല കമൻറ്റ് ബോക്സിൽ. പക്ഷേ എല്ലാം ഫേക്കാണെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ വെള്ള പെയിൻ്റ് അടിക്കുന്നു. ഇതെല്ലാം ഫേക്കാണ്, ഇതെല്ലാം സംഘികളാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങൾക്കിടയിലും കാണും ഇലക്ഷൻ എത്താറായില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇതിനെയൊക്കെ വെളുപ്പിക്കുന്ന ആൾക്കാർ. ഭീകരവാദമാണ്. ഈ രാജ്യത്ത് ഇന്നൊന്നെല്ലാം തുടങ്ങിയതല്ല ഭീകരവാദം. കാലങ്ങളായിട്ട് പാകിസ്ഥാനിൽ നിന്മാർ ഇവിടെ നുഴഞ്ഞു കയറിയിട്ട് സാധാരണപ്പെട്ട കാശ്മീരിൽ നിന്നുള്ള സാധാരണപ്പെട്ട മനുഷ്യരെ ഒക്കെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ ആർമിയിലൊക്കെ എത്ര മനുഷ്യരുടെ ജീവനാണെന്നറിയോ ഇതുള്ള ഭീകരവാദികൾ കാരണം ഇല്ലാതായിപ്പോയിട്ട്. സാധാരണ സിവിലിയൻസിൻ്റെ നമ്മൾ ഈ ഇലക്ഷൻ എത്താറായില്ല എന്നൊക്കെ ചോദിച്ച് ഭീകരവാദത്തെ വെളുപ്പിക്കുന്ന ടീമുണ്ടല്ലോ, ഇവരൊക്കെ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ജീവൻ നൽകിയ ഇന്ത്യൻ സൈനികരുണ്ടല്ലോ, അവരുടെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്ന പോലെയാണ് ഇലക്ഷൻ എത്താറായില്ല എന്നുള്ള രീതിയിൽ ഓരോ കമൻറ്റും. മതമല്ല നമുക്കൊന്നും വലുത്, നമുക്ക് ഈ രാജ്യമാണ്. ഈ രാജ്യം ഇതുപോലെ നിന്നില്ലെങ്കിൽ ഈ മതം പറഞ്ഞ് തലയ്ക്ക് പിടിച്ച് നടക്കുന്ന പല രാജ്യവും ദാരിദ്ര്യമാണ്. നിങ്ങളാരും അവിടെ പോകുന്നില്ലല്ലോ, ഇന്ത്യയിൽ തന്നെയല്ലേ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. പാകിസ്ഥാൻ്റെയൊക്കെ അവസ്ഥ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കാര്യമില്ല. അഫ്ഗാനിസ്ഥാൻ, താലിബാൻ എന്തൊക്കെ നടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഇന്ത്യക്കാരെന്നുള്ള രീതിയിൽ പ്രതികരിക്കേണ്ട സമയമാണ്. എല്ലാവരും പ്രതികരിക്കുക.